അഖില കേരള ബാലജന സഖ്യം വിദ്യോദയ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വിദ്യോദയ ഓഡിയോ ബുക്ക് എ ജേർണി ത്രൂ വോയിസസ് എന്ന ഓഡിയോ ബുക്ക് പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവർക്കും ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഈ ഒരു ഓഡിയോ ലൈബ്രറി ബുക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ ഒരു ബുക്സ് വായിക്കുന്ന സമയത്തായിക്കോട്ടെ നമുക്ക് ഓരോ സ്റ്റോറീസ് ആയിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. ഇത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ നമ്മൾ പുറത്ത് വരുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു ശബ്ദങ്ങളിലൂടെ നിങ്ങൾക്ക് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടും വായനയെ കുറിച്ചുള്ള നിങ്ങൾക്ക് നിറങ്ങൾ പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടുമാണ് ഒരു ഓഡിയോ ലൈബ്രറി നിങ്ങൾക്ക് കൊണ്ടുവന്നതുമായി അവർ സ്പെഷ്യൽ ചീഫ് ഗസ്റ്റ് ബേബി ജോസഫ് സർ, ഓഫീസർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, മലയാള മനോരമ പാലക്കാട്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശങ്കരചേട്ടൻ, ബാലജന സഖ്യം പാലക്കാട് മേഖല, അദ്ദേഹത്തെ ഹൃദയപൂർവ്വം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലോട്ട് വെൽക്കം ചെയ്യാം. നിങ്ങളുടെ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ആ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ കയറി നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും സമയം കിട്ടുമ്പോൾ റീൽസ് മാത്രം കാണാതെ ഇതും ഇടയ്ക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതൊരു നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഈ സ്കൂളിന് അതിൻ്റെ മാനേജ്മെൻറ്റിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരും എല്ലാ നല്ല നിങ്ങളുടെ കൂട്ടുകാരെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ടീച്ചർ പറഞ്ഞപ്പോൾ ഇന്ന് ഒന്നാമത് ഇന്ന് അപ്ലോഡ് ചെയ്യും, നാളെ രണ്ടാമത്തെ, അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇങ്ങനെ എണ്ണം കൂടി വരും. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ പോയാലും നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ നിങ്ങളുടെ കഥകളും കവിതകളും കുറേ കളഞ്ഞ് നിങ്ങളൊക്കെ വലുതായി വലിയ കുട്ടികളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഒക്കെ ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത ശബ്ദത്തിലുള്ള ആ കഥ അല്ലെങ്കിൽ ആ കവിത ഒന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഓരോരുത്തർക്ക് സാധിക്കും. മാത്രമല്ല അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാം പ്രചോദനമായിട്ട് തീരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മലയാള മനോരമയ്ക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ആദരം തന്നെയാണ് ഈ ബുക്കുകളിൽ ബാലജന സഖ്യത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയൊരു ശാഖ തന്നെ ഇവിടെയുണ്ട്. കാരണം ഇവിടെ നിന്ന് പഠിച്ച് പോയിട്ടുള്ള കുട്ടികൾ അവർ പലപ്പോഴും ഇപ്പോഴും നല്ല മിടുക്കരാണ്. നിങ്ങളും അതേപോലെ നിങ്ങളും മിടുക്കികളൊക്കെ തന്നെയാണ്. നമ്മുടെ സിവിൽ സർവീസ് ക്യാമ്പ് വരുമ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒരു കുട്ടി വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഥകളുടെ ലോകത്തേക്ക്, ഇമാജിനേഷന്റെ ലോകത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുകയാണെങ്കിൽ ആ കുട്ടി വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഥകൾ കേൾക്കുകയും കവിതകൾ കേൾക്കുകയും അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വായനയിലോട്ട് അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടിക്ക് വായിക്കാനുള്ളൊരു പ്രചോദനം സ്വയം ഉണ്ടാവും എന്നുള്ളൊരു കണ്ടെത്തലാണ് ഞങ്ങൾ നടത്തിയതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യോദയ ഓഡിയോ ബുക്ക് വിദ്യോദയ ബാലജന സഖ്യം യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇതില് മലയാളം അറിയുന്ന ഏതൊരു കുട്ടിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാവുന്ന പ്രായം മുതൽ തന്നെ അത്രയും വളരെ ലളിതമായിട്ടുള്ള വളരെ സരസമായിട്ടുള്ള ലളിതമായ ഭാഷയിലുള്ള കഥകളാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ കഥകൾ നമ്മുടെ വിദ്യോദയ ബാലസഖ്യം യൂണിറ്റിലെ മെമ്പേഴ്സ് അവര് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഓഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഡെയിലി നമ്മൾ ഈ ഒരു ഓഡിയോ നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് വിദ്യോദയയുടെ ബാലസഖ്യം യൂണിറ്റിലെ വിദ്യോദയ ഓഡിയോ ബുക്ക് യൂട്യൂബ് ചാനൽ വഴിയാണ്. അപ്പൊ ഡെയിലി ഓരോ കഥ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യും. ഓഡിയോ ബുക്ക് പ്രകാശനം ചെയ്യുന്നതിന് ബേബി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയാണ് ഞാൻ. എന്നാൽ നമുക്കൊരു കഥ കേട്ടാലോ? നന്മയുള്ള പാട്ട്. ചന്ദ്രപുരിയിലെ ചക്രവർത്തി ഗുണധർമ്മൻ നീതിമാനായിരുന്നു. എന്നാൽ തെറ്റു കണ്ടാൽ ക്ഷമിക്കാത്ത സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അയൽക്കാരന്റെ മുടി വെട്ടിയതിന് കൂടുതൽ പണം വാങ്ങിയ ഒരു ശുനകന് രാജാവ് 9 ആണ്ട് ശിക്ഷയായി നൽകി. രേവതനായിരുന്നു ആ ശുനകന്റെ പേര്. ശിക്ഷ വാങ്ങുന്നതോടെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വാക്കുകൾ. നമുക്കും മറ്റുള്ളവർക്കും നന്മ വരുത്താനേ അത് ഉപയോഗിക്കാവൂ. ഇത് മറക്കരുത്. ഇന്നത്തെ കാലം കേട്ടു അല്ലേ?
നമ്മുടെ ആലോചിച്ചത് ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞാനൊരു 10-15 കഥാകൃതം കിട്ടുന്ന ഉദ്ദേശിച്ച് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞുണ്ടോ. നിങ്ങൾ പല സെക്രട്ടറി മെമ്പേഴ്സ് ഓരോരുത്തരും അയച്ചിരുന്ന കഥ എനിക്ക് ഓരോ കൂടി 10-15-20 കഥകളൊക്കെ അയച്ചിട്ടുണ്ട്. ഈ കഥകൾ അയച്ചതല്ല, ഇത് നമ്മളൊരു ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണല്ലേ കഥ പറച്ചിലെന്ന് പറയുന്നത്. ഇത് ഓരോ ലൈനും പറയുമ്പോൾ അതിൻ്റെ ഒരു താളവും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അതേപോലെ നന്നായി പറഞ്ഞിട്ടുണ്ടോ കുട്ടികൾ ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവ് എല്ലാ ആശംസകളും നേരിടുകയാണ്. ഇതേപോലെ നമ്മുടെ ഈ ഇരിക്കുന്ന കുട്ടികൾ പലർക്കും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ പഴയ ബുക്സൊക്കെ ഉണ്ടാവും, അധികം പല പുസ്തകങ്ങൾ ഉണ്ടാവും. അത് ഒരുപാട് മോഡൽ സ്റ്റഡീസാണ്. മെയിൻലി നമ്മൾ ധാർമ്മിക മൂല്യങ്ങൾ എടുത്തുപിടിക്കുന്ന അതൊക്കെയാണ്. ാണ് നല്ലൊരു തുടക്കമാണ് ഓഡിയോ ലൈബ്രറി. ഇതുകൂടി ചെറിയ കുട്ടികൾ ആദ്യം സ്റ്റോറീസ് കേട്ട് തുടങ്ങും, കാരണം അവർക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനെ കേട്ട് അവർക്ക് ആ വായിക്കാനുള്ള ഹാബിറ്റ് വരും. അതിനു വേണ്ടിയാണ് ഇത്. അതുപോലെ നല്ലൊരു ചാൻസാണ് കഥ പറയാനുള്ള ഇഷ്ടമുള്ള കുട്ടികൾക്ക് കഥ പറഞ്ഞ് ഇതിലൂടെ അവരുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാവരും ഇങ്ങനെ കുറേ കേൾക്കുമ്പോൾ എല്ലാവർക്കും വായിക്കാനുള്ള താല്പര്യം വരും. അതുപോലെ ഇത് കേട്ടിട്ട് ഇവിടെയുള്ള എല്ലാവരും വായനാ ലോകത്ത് ഹാൻഡ് മെയ്ഡായി ഉണ്ടാക്കിയ ബുക്ക് മാർക്സ് കൊടുക്കാനായി സ്വാതിക്ക് ശരത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു.